ഡിപ്രഷൻ. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഡിപ്രഷനെ പറ്റിയുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. കമന്റ് സെക്ഷനിൽ ഡിപ്രഷൻ അനുഭവിക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. കൗമാരക്കാരിൽ ഡിപ്രഷൻ പലപ്പോഴും ആത്മഹത്യയിലേക്കും വഴിവെക്കാറുണ്ട്. കൗമാരക്കാരിലെ ആത്മഹത്യാ കണക്കുകൾ പരിശോധിച്ചാൽ അമ്പരക്കും. ചെറുപ്പത്തിൽ ഇത്രയേറെ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചതെന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും. എന്ത് പ്രശ്നമാണ് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്ന ചോദ്യം പലർക്കു മുന്നിലും ഉത്തരം കിട്ടാൻ നിൽപ്പുണ്ടാകും. എന്നാൽ മനോരോഗ വിദഗ്ധർ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാൻ കഴിയുന്നവർ കൂടിയാണ്. തീർത്തും ഗൗരവമായി കാണേണ്ട വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യാശ്രമങ്ങൾ. ഒരു കുട്ടി ആത്മഹത്യാശ്രമം നടത്തി രക്ഷപ്പെടുമ്പോൾ സൈക്യാട്രിക് അസസ്മെന്റിന് എത്തിക്കാറുണ്ട്. കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, സമ്മർദ്ദം നേരിടാനുള്ള കഴിവ്, വീട്ടുകാർക്ക് കുട്ടിക്ക് കൊടുക്കുന്ന പിന്തുണ എത്രത്തോളമാണ് എന്നിവയാണ് പരിശോധനയിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇനി ജീവിക്കണ്ട എന്ന ചിന്ത കുട്ടിയിൽ എങ്ങനെ വന്നു എന്നതും തന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ആത്മഹത്യയാണെന്ന് കുട്ടിക്ക് എങ്ങനെ തോന്നി എന്നതും കൃത്യമായി പരിശോധിക്കും. ഇതിനു മുൻപും കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും കുടുംബത്തിൽ ആരെങ്കിലും മുൻപ് ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടോ എന്നും ഈ അവസരത്തിൽ അന്വേഷിക്കും. ഇനി ജീവിക്കണ്ട, ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും കണക്കെടുത്താൽ 10-8 പേരും പിന്നീട് ആത്മഹത്യ ചെയ്തതായാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ വികാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പലപ്പോഴും സമൂഹത്തിൽ വലിയ ശ്രദ്ധ കിട്ടാറില്ല. ഓരോ പ്രഹസനങ്ങൾ എന്നതിനപ്പുറം ആരും മറ്റൊരാളുടെ സ്വഭാവത്തെ പറ്റി പറയാറില്ല. മരിക്കണമെന്ന് പറയുന്നതോ ആത്മഹത്യാശ്രമം നടത്തുന്നതോ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകളുമുണ്ട്. അത് തീർത്തും തെറ്റാണ്. ആ ധാരണ മാറ്റേണ്ടതും അത്യാവശ്യം തന്നെയാണ്. പലപ്പോഴും എന്തെങ്കിലും കടുംകൈ ചെയ്യുമെന്ന് പറയുന്നത് ആരെയും ഭയപ്പെടുത്താനൊന്നുമല്ല, സഹായത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയായിട്ടാണ് അതിനെ കാണേണ്ടത്. കുടുംബത്തിൽ ആരെങ്കിലും മുൻപ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള വ്യക്തികൾക്ക് അതൊരു അപകട ഘടകമാണ്. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ചുള്ള ചികിത്സയാണ് ഇവർക്ക് നൽകേണ്ടത്. പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ആത്മഹത്യാ വാർത്തകൾ കുട്ടികളിലും ബാധിക്കാറുണ്ട്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തൻ്റെ പ്രശ്നത്തിനും അതൊരു പരിഹാരമാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളും അധ്യാപകരും മാതാപിതാക്കളും അടക്കം എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായത്. മുതിർന്നവർക്ക് തീരെ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരിക്കാം. എന്നാൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കുട്ടിയെ വഴിതിരിച്ച് വിടുന്നതിന് പകരം അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക, പരസ്യമായും അല്ലാതെയും ആക്ഷേപിക്കുക, അകാരണമായി ശകാരിക്കുക, കുട്ടിയെ മർദ്ദിക്കുക, മറ്റും ചെയ്യുക, കുട്ടിക്ക് സമയം നൽകാതിരിക്കുക എന്നിവ അവരെ മാനസികമായി തളർത്തും. ജോലിഭാരവും ഉത്തരവാദിത്വമുള്ള തങ്ങൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും സമ്മർദ്ദമുണ്ടാകുമെന്ന തിരിച്ചറിവ് മുതിർന്നവർക്കും അനിവാര്യമാണ്. രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെയും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെയും വേദന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. കുട്ടികളുമായി തുറന്നു സംസാരിച്ച് ഒരു ബന്ധം പല മാതാക്കളും വളർത്തിയെടുക്കാറില്ല. തന്റെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ പരിഹരിക്കാനോ മറ്റാരുമില്ലെന്ന തോന്നൽ കുട്ടികളെ പലപ്പോഴും പല അപകടങ്ങളിലേക്കും തള്ളിവിടാറുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സഹായം വേണ്ടുന്ന പക്ഷം വിദഗ്ധരെ സമീപിക്കാനും മാതാപിതാക്കളും മടിക്കരുത്.